സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ മുന്നറിയിപ്പുണ്ട് കേട്ടോ. പലയിടങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ചില ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് പരിശോധിക്കാം. ഇതാ നമ്മളോടൊപ്പം നൗഫൽ തന്നെയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നൗഫൽ, ഇന്ന് മഴ പോലെ വാർത്തകൾ നൗഫലിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നൗഫലിനെയാണ് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത്. എന്താണ് മഴയെക്കുറിച്ച് പറയാനുള്ളത്? സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിയാർജിക്കുന്നു എന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? അല്ല മനു, കാലവർഷം സംസ്ഥാനത്ത് ദുർബലമാകുന്നു എന്നൊരു നിരീക്ഷണമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതായത് ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെങ്കിലും മറ്റന്നാൾ മുതൽ യാതൊരു മുന്നറിയിപ്പുകളും അലർട്ടുകളും തന്നെ നിലനിൽക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഇപ്പോൾ കാസർഗോഡും മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ, അതായത് ഈ പറയുന്ന കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴ വ്യാപകം അല്ല എങ്കിൽ പോലും 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ തിരമാലയ്ക്കും കടലാക്രമണത്തിനും തന്നെ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. എന്നിരുന്നാൽ ഈ പറഞ്ഞതുപോലെ പ്രധാനമായും കാലവർഷം ദുർബലമാകുന്നു സംസ്ഥാനത്ത്. അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ചെറിയ രീതിയിലുള്ള മഴ ശക്തമായി ഉണ്ടാകുമെങ്കിലും കാലവർഷം ദുർബലമാകുന്നു എന്നൊരു നിരീക്ഷണമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തുന്നത്. മറ്റൊരു കാര്യം ഉള്ളത് പനികളുടെ കണക്ക് തന്നെയാണ്. അതായത് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പനി മൂലം ചികിത്സ നേടിയത് 11,090 പേരാണ്. ഈ 10,000 വിട്ട് പുറകിലോട്ട് പോകുന്നില്ല എന്ന ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ജൂൺ 1 മുതൽ തന്നെ 10,000-ന് മുകളിലാണ് ഈ കണക്ക്. അത് ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം ഇന്നലെ സംസ്ഥാനത്ത് 32-ഉം അതുപോലെ തന്നെ എലിപ്പനി ബാധിച്ചവരുടെ എണ്ണം 13-ഉമായി. അത് ചെറിയൊരു ആശ്വാസകരമായി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ 100-ന് മുകളിലായിരുന്നു ഈ ഡെങ്കിയുടെയൊക്കെ കണക്ക്. അത് ക്രമാതീതമായി കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ എന്നിരുന്നാൽ തന്നെയും പകർച്ചവ്യാധിയുടെ കണക്കുകളിൽ 10,000-ന് മുകളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൽ തിരക്കുകൾ കൂടിയത് കാരണം പുലയനാർ കോട്ടയിലേക്ക് മറ്റൊരു ആശുപത്രിയിൽ ഈ തിരക്കുകൾ മൂലം മാറ്റുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് പനിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. മനു, ഏതായാലും ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മഴ കുറഞ്ഞാൽ ഈ പറയുന്നത് പോലെ മറ്റൊരു പ്രശ്നം വരാമാവുന്നത് നമ്മുടെ വൈദ്യുതി മേഖലയിലാണ്. മഴ കുറഞ്ഞാൽ അപ്പോൾ സണ്ണി ജോസഫ് പറയും കറണ്ട് കട്ടാണെന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു ട്രോൾ അക്കാര്യത്തിൽ വരുന്നുണ്ട്. അതായത് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് മഴ കൂടിയത് കാരണമാണ് പനിയും പകർച്ചവ്യാധിയും വർദ്ധിക്കുന്നത് എന്നാൽ വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു മഴ ഇല്ലാത്തത് കാരണമാണ് കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്നൊരു രസകരമായ കാര്യം. ഈ വകുപ്പ് മന്ത്രിമാർ 2 പേർ അവരവരുടെ വകുപ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഈ മഴ വർദ്ധിക്കുന്നത് മൂലം അല്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ മുൻകരുതലുകൾ എടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. വൈദ്യുതി മന്ത്രിയുടെ കാര്യം അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയൊക്കെ ന്യായീകരിച്ചിരുന്നു അല്ലെങ്കിൽ എതിർത്തിരുന്നു. ഇന്ന് അദ്ദേഹം അതേ വകുപ്പിൻ്റെ കൂടി മന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത്. മനു, ശരി. അപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നു മഴ പെയ്തത് കൊണ്ട് ഈ പറയുന്ന രോഗങ്ങൾ ബാധിക്കുന്നുവെന്ന്. കറണ്ടിന്റെ മന്ത്രി പറയുന്നു മഴയില്ലാത്തത് കൊണ്ട് കറണ്ട് കട്ടെന്ന്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ പെയ്താൽ റോട്ടിൽ കുഴിയെന്ന്. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ ന്യായീകരണങ്ങളാണ് വരാൻ പോകുന്നത്.